നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന്റെ മറവിൽ അനധികൃതമായി മണ്ണ് കടത്തുന്നതായി BJP ആരോപിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റ് കൺവെൻഷനും സ്വീകരണവും നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചാഴൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. വാർത്തകൾ വിശദമായി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന്റെ മറവിൽ അനധികൃതമായി ബസ് സ്റ്റാൻഡിലെ മണ്ണ് കടത്തുന്നതിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനോ തിരിക്കുന്നതിനോ കഴിയാത്ത വിധത്തിൽ മണ്ണ് കുഴിച്ചെടുക്കുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും സ്വീകരിക്കാത്തതിൽ BJP പ്രതിഷേധം രേഖപ്പെടുത്തി. കരാറുകാരന്റെ അനധികൃത മണ്ണെടുപ്പ് മൂലം ബസ് സ്റ്റാൻഡ് പരിസരം അപകട മേഖലയായി മാറിയിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെയും വഴി നടക്കുന്നവരുടെയും ജീവന് സുരക്ഷയൊരുക്കാൻ പഞ്ചായത്ത് ഉടൻ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ, ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ, നവീൻ മേലെടത്ത്, NS ഉണ്ണിമോൻ, ലാൽ ഊണുങ്ങൽ, AK ചന്ദ്രശേഖരൻ, സിജിത്ത് കരുവത്ത്, AK സിദ്ധാർത്ഥൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ BJP പ്രതിനിധി സംഘം സ്ഥലം സന്ദർശിച്ചു. ജനപ്രതിനിധികളും മറ്റ് നാട്ടുകാരും പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്തിന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, അനുസൂത അവിടെ മണ്ണ് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ അധികാരികൾ എന്തുകൊണ്ടാണ് അവർ ഈ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്? ഇതിൽ കനത്ത അഴിമതിയാണ്. ഈ അഴിമതിക്കെതിരെ ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ എല്ലാ അധികാരികളും നടപടിയെടുക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചാഴൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് KR ആന്റണി അധ്യക്ഷനായി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KS ജയശീലൻ അനുശോചനം രേഖപ്പെടുത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി KK ഭാഗ്യനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി KV മോഹൻദാസ്, യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് സൈമൺ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം പീതാംബരൻ ഇയ്യാനി, യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ജിഷ രാജേഷ്, സത്യൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KS സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. അത് ദൈവം നമ്മളെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ഈ ഒരു സംഘടനയോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തൊരുമിച്ച് പരസ്പരം താങ്ങും തണലുമായി ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു അസുലഭമായിട്ടുള്ള കാര്യം അല്ലേ? ചേട്ടൻ കൈയടിച്ചു. എല്ലാവർക്കും അത് മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന, ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോഴത്തെ ഒരു കാലം എന്താണെന്നത്, മനുഷ്യൻ വല്ലാതെ വേർതിരിവുകൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ പരിപൂർണമായി സംരക്ഷിക്കുക. ഇത് നമ്മൾ 10 വർഷം മുമ്പ് കൊണ്ടുവന്നൊരു ആശയം. അന്ന് ആളുകൾ പറഞ്ഞു, എങ്ങനെയാ പരിപൂർണമായി സംരക്ഷിക്കാൻ കഴിയോ? ആർക്കെങ്കിലും ഒരു സമൂഹത്തെ മൊത്തമായി? കോൺഗ്രസ് കയ്പമംഗലം 12-ാം വാർഡിൽ കുടുംബ സംഗമം നടത്തി. കോൺഗ്രസ് കയ്പമംഗലം 12-ാം വാർഡിൽ കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. PMA ജബ്ബാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, UY ഷമീർ, നേതാക്കളായ സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, PS ഷാഹിർ, പ്രവിത ഉണ്ണികൃഷ്ണൻ, ഷീബ സതീഷ്, അസ്കർ, KB അനിൽകുമാർ, ബിരാസ് ഹാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും ഉണ്ടായിരുന്നു. അമ്മമാർക്കൊക്കെ പേടിയാണല്ലേ. പല അമ്മമാർക്കും ഇപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനൊക്കെ പേടിയാണ്. മുൻപൊക്കെ 4 മണി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ വരും, ഇവിടെ എത്തും എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വീടിൻ്റെ ഡോറ് തുറന്നിട്ട് ഇരിക്കുള്ളൂ. ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഗേറ്റ് തുറന്ന് പുറത്ത് ചെന്ന് നോക്കി നിൽക്കുകയാണ്. അതൊരു 2 മിനിറ്റ് വൈകിയ ഉള്ളിലൊരു പെടപ്പ, പിന്നെ ഒരു ഇത്തിരിയും കൂടെ കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറച്ചും കൂടെ നടന്ന് മുന്നിലോട്ട് പോകും. ബസ് വരണ സ്ഥലമായോ, സ്കൂൾ ബസ് വരുന്ന സ്ഥലമായോ, നടന്നു വരുന്ന കുട്ടികളാണെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക്
അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ ADS വാർഷികാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ ADS വാർഷികാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. സുധർമ്മ വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ADS വൈസ് പ്രസിഡന്റ് രത്നം ബാബു, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിനാനന്ദൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുർജിത് അന്തിക്കാട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മണി ശശി, 2-ാം വാർഡ് മെമ്പർ ജ്യോതി രാമൻ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കുടുംബം അങ്ങനെയാണ് ഉണ്ടായത്. കാരണം പണ്ട് ആളുകളൊക്കെ വനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കായ്കനികൾ ഭക്ഷിച്ച് ജീവിക്കുന്ന സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് എന്തുണ്ടായത്, സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലേ, അമ്മയാകുന്ന പ്രക്രിയ. അപ്പൊ എന്തുണ്ടാവും, സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഇരിക്കണം, അധികം നടക്കാൻ പറ്റില്ല. ഇപ്പൊ പണ്ടൊക്കെ നടക്കും, മറ്റേ അമ്മായി എന്ത് കൊടുക്കും, ചൂല് കൊടുക്കും, അടിക്കരി വിള എന്ന് പറയും. ഇപ്പൊ ഡോക്ടറെ കാണാൻ പോയ പിന്നെ വരിക തത്തക്ക് പുത്തേക്ക്. കാരണം എന്താ, എന്ത് വേണം, റെസ്റ്റ് അല്ലേ. അതിലേക്ക് ഉരലെടുത്ത് ഇടിക്കാൻ പറയും, വെറുതെങ്കിലും ഉരലിട്ട് ഇടിക്കാൻ പറയും അന്നത്തെ കാലഘട്ടം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം എന്തുകൊണ്ടാ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മാറി. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം. അപ്പൊ അങ്ങനെ വീട്ടിൽ സ്ത്രീകൾ ഇരിക്കേണ്ടി വന്നു. പുരുഷന്മാർ കൊണ്ടുപോയി കായ്കനികൾ സ്ത്രീകൾക്ക് കൊണ്ടുകൊടുത്തു. സ്ത്രീകൾ അത് ഭക്ഷിച്ചു, വലിച്ചെറിഞ്ഞു, കുരു വലിച്ചെറിഞ്ഞു. അപ്പൊ വീട്ടിൽ ആരിയ്ക്കണം, നീരാടുമ്പോ മഞ്ഞേണി പൂനിലാവ്. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിജയാമൃത് 2025 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് ISRO റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബ്രഹ്മണ്യൻ MN ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ രാമചന്ദ്രൻ PS അധ്യക്ഷനായി. ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിന്ദു C, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, ദീനദയാൽ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ ബാബുരാജൻ കാക്കനാട്ട്, സ്കൂൾ അക്കാദമിക് ഡയറക്ടർ വിജയം TR, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ AV, സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ്, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ധ്യ ബോസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഉന്നത പഠനങ്ങളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജിഷ്ണു KR, ശ്രീലക്ഷ്മി KV, MS ആദർശ്, മിലാഷ MK എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഉന്നത സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ സ്കൂളിലെ ആദ്യത്തെ ബാച്ചായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഫിസിക്സ് ടീച്ചർ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫിസിക്സും മാത്സും കാര്യമായിട്ട്. ഈ ഫിസിക്സ് ടീച്ചറിൻ്റെ ആദ്യത്തെ ബാച്ചായിരുന്നു ഞങ്ങൾ. അത് BSc കഴിഞ്ഞ് BA ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലാണ്. അപ്പോൾ ഈ ടീച്ചർ ഓരോ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരോടും ചോദിക്കും, മനസ്സിലായില്ല. അങ്ങനെ SSLC പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ് പരീക്ഷയുടെ അന്ന് ഫിസിക്സ് ഒരു വിധം നന്നായിട്ട് എഴുതിയിരുന്നു. പക്ഷെ അവസാനം നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്? ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി.
ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സൈബർ സെക്യൂരിറ്റി ബോധവൽക്കരണ ക്ലാസും നടത്തി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകുമാർ ടി ക്ലാസ് എടുത്തു. ലഹരിയുടെ ചതിക്കുഴികളെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേശ് ബാബു അധ്യക്ഷനായി. സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മളെല്ലാവരും വിചാരിക്കും പെട്ടെന്ന് ആർക്കുവേണമെങ്കിലും കയറി ചെല്ലാം. എല്ലാത്തിലും കയറി ചെല്ലാൻ പറ്റും. നമുക്ക് കയറി ചെല്ലാൻ പറ്റും. നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം. എല്ലാം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. യൂട്യൂബിൽ പോയിട്ട് നമുക്ക് സിനിമ കാണാം. ഓപ്പൺ ആയി കിടക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കാണുന്നത് ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലാണോ തരുന്നത്? നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഒറ്റയടിക്ക് സിനിമ കാണാൻ പറ്റുമോ? ഇല്ല. എന്താണ്? അവിടെ നിങ്ങൾ റീചാർജ് ചെയ്യണം അല്ലേ? നിങ്ങൾക്കൊരു യൂസർ ID ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു പാസ്വേഡ് ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് അതിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ ആർക്കും സാധിക്കില്ല. സാധിക്കോ? ഇല്ല. അപ്പോൾ നമ്മൾ വെബ് എന്ന് പറയുമ്പോൾ എല്ലാം വെബിൽ വിടുമ്പോൾ എല്ലാം ഫ്രീ ആണോ എന്ന് ചോദിക്കുക. എല്ലാം ഫ്രീ അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലുള്ള വെബാണ് നമ്മൾ മൊത്തത്തിൽ. അതായത് ഒന്ന് സർഫേസ് വെബും ഒന്ന് ഡീപ്പ് വെബാണ്. സർഫേസ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നത്, യൂട്യൂബിലോ എന്തിലേലൊക്കെ പോയി സെർച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ എന്തെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടന്നു. വേണാട് ഫിനാൻസ് ഗ്രൂപ്പും വലപ്പാട് സൺഷൈൻ പോളിക്ലിനിക്കിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ P. അജയ് ഘോഷ്, അനിത കാർത്തികേയൻ, ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. 3 ദിവസങ്ങളായിട്ട് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വിവിധ സെമിനാറുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എല്ലാം തന്നെ ഇവിടെ 3 ദിവസത്തിനകം നടന്നു കഴിഞ്ഞു. ഇന്നിവിടെ ലഹരിക്കെതിരെ ഒരു പോരാട്ടം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എക്സൈസ് ഇൻസ്പെക്ടറുടെ ബോധവൽക്കരണ ക്ലാസ് ഇന്ന് രാവിലെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ക്ഷീരമേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ക്ഷീരസംഗമം രാവിലെ കൃഷിഭവന്റെ നാളിൽ നടത്തുകയുണ്ടായി. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു.
നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബാലവേദി സംഗമവും ലഹരിവിരുദ്ധ സദസ്സും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു. യുവതയുടെ സെക്രട്ടറി UG അപർണ അധ്യക്ഷയായി. വാടനപ്പള്ളി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. യുവതാ പ്രസിഡന്റ് നക്ഷത്ര MS, വനിതാവേദി പ്രസിഡന്റ് ഗീത ദിലീപ്, ഗ്രന്ഥശാല സെക്രട്ടറി PV ദിലീപ് കുമാർ, പ്രസിഡന്റ് PP വിനോദ്, കോർഡിനേറ്റർ PK സുധർമ്മൻ, ട്രഷറർ TK ഹരിദാസ്, സർദാർ കലാവേദി സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് VB രാജേഷ്, വനിതാവേദി സെക്രട്ടറി K നസീമ, ലൈബ്രറിയൻ ഷാരി ജിഷാന്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മോശകരമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. നമുക്കറിയാം, കൊച്ചുകുട്ടികൾ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ പത്രമാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ആദ്യമായി ബോധവൽക്കരണം കിട്ടേണ്ടത് രക്ഷിതാക്കൾക്കാണ്. ഇപ്പോഴും നമ്മളുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ തന്നെ നമ്മളത് മക്കളോട് പറയുമ്പോൾ ഒരിക്കൽ പോലും രക്ഷിതാക്കൾ ഒരിക്കൽ പോലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വിഷമകരമായ ഒരു കാര്യം. എടമുട്ടം V1 ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റിട്ടയർഡ് സുബേദാർ മേജർ PR ശ്രീജിത്തിന് ആദരവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടത്തി. എടമുട്ടം V1 ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റിട്ടയർഡ് സുബേദാർ മേജർ PR ശ്രീജിത്തിന് ആദരവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു. എടമുട്ടം കമ്മാറ ഹാളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ശ്രീജിത്തിന് പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും നൽകി ഉദ്ഘാടനം ചെയ്തു. V1 പ്രസിഡന്റ് TD സ്മിത അധ്യക്ഷയായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പ്രതിഭാ പുരസ്കാരം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VS സജീഷ, PN പ്രൊവിൻറ്റ്, KM മഹിപാൽ, KM അബ്ദുൾ മജീദ്, S വിനോദ്, ബിനോയ് ചോലയിൽ, അഖിലേഷ് ഗുരുവിലാസ്, അനുരാഗ് MK, സിനിജ ടീച്ചർ, സുനിൽ TV എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ 30 വർഷത്തിന് സേവനത്തിന് ശേഷം മിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ജന്മനാട്ടിൽ എത്തുന്ന ശ്രീജിത്ത് അവർക്ക് നൽകുന്ന സ്വീകരണത്തിന് വലിയ പ്രാധാന്യമാണ് നമ്മൾ നൽകാൻ. കാരണം നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി രക്ഷകനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ അത്തരം മേഖല വലിയ ആശങ്കയോടും ഒക്കെ കൂടി തന്നെയാണ് ഇത്രയും കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം മനസ്സിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും നമുക്കൊക്കെ വലിയ ആശങ്കകളുണ്ടെങ്കിലും ഭാരതത്തെയും ഭാരതമാതാവിനെയും അവഹേളിക്കുന്ന ഇടതു സർക്കാരിനെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി 6-7 വാർഡുകളിൽ ദേശസ്നേഹയാത്ര സംഘടിപ്പിച്ചു. ഇടതു സർക്കാരിനെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി 6-7 വാർഡുകളിലായി ദേശസ്നേഹയാത്ര സംഘടിപ്പിച്ചു. 7ാം വാർഡ് AKG കോളനി പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര 6ാം വാർഡ് ബ്ലോക്ക് പരിസരത്ത് അവസാനിച്ചു. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷെയ്ൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി NS ഉണ്ണിമോൻ, ജില്ലാ സെക്രട്ടറി സജിനി മുരളി, പാർട്ടി ഭാരവാഹികളായ ജോഷി ബ്ലാങ്ങാട്ട്, സിജിത്ത് കരുവത്ത്, ദയാനന്ദൻ ഏറാട്ട്, വിജയമോഹനൻ എരണയിഴത്ത്, EB സൻ പ്രസാദ്, ബൈജു കോറോത്ത്, EP രവിമാഷ്, ബൈജു പുള്ളിവളപ്പിൽ, ചന്ദ്രൻ പണിക്കാശ്ശേരി, മോഹൻദാസ് എരണയെഴുത്ത് എന്നിവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും പാർട്ടിയുടെ നേതാക്കളുമെല്ലാം വളരെ വികലമായിട്ടുള്ള രീതിയിൽ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ അവഹേളിച്ചുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും നിലപാടുകളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ദേശസ്നേഹ യാത്ര ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീരദേശ വിദ്യാലയങ്ങളിൽ മികച്ച NSS യൂണിറ്റായി തെരഞ്ഞെടുത്ത കഴിമ്പ്രം VPM SNDP HS സ്കൂളിന് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിലെ വിദ്യാലയങ്ങളിൽ മികച്ച NSS യൂണിറ്റായി തെരഞ്ഞെടുത്ത കഴിമ്പ്രം VPM
SNDP HSS വിദ്യാലയത്തിന് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 2024-26 ബാച്ചിലെ കഴിമ്പ്രം വിദ്യാലയത്തിലെ NSS യൂണിറ്റിന് ലഭിച്ച അനുമോദന ചടങ്ങ് തൃശൂർ ക്രൈംബ്രാഞ്ച് DYSPയും സാഹിത്യകാരനുമായ സുരേന്ദ്രൻ മാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിന്ധു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ ലഹരിവിരുദ്ധ നോട്ട്ബുക്ക്, സ്റ്റിക്കർ എന്നിവ വോളണ്ടിയേഴ്സിന് കൈമാറി. സഹപാഠിയുടെ പാതി പൂർത്തിയായ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ദൗത്യം NSS വോളണ്ടിയേഴ്സ് ഏറ്റെടുത്തു. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ വെള്ളി, വെങ്കലം മെഡൽ ജേതാവ് വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥി കൃഷ്ണാഞ്ജനിയെ ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് സ്നേഹ കൂട്ടായ്മ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, HM ദിലീപ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസേഴ്സ് VG സിന്ധു, ശ്രീകാന്ത് PS, പ്രോഗ്രാം കൺവീനർ പ്രീതി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും NSS വോളണ്ടിയേഴ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വോളണ്ടിയേഴ്സും പരിപാടിയിൽ പങ്കെടുത്തു. തൃപ്പയാർ ബീച്ച് യുഗഭാവന കലാകേന്ദ്രത്തിന്റെയും വിശ്വദർശന ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് കുഞ്ഞുണ്ണി കൃതികളുടെ പ്രഭാഷണം നടന്നു. KV പീതാംബരൻ സാംസ്കാരിക നിലയത്തിൽ വലപ്പാട് GDM LP സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് KK രാമകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി KB പ്രദീപ് കുമാർ, ജെമിനി സദാനന്ദൻ, RR സുബ്രഹ്മണ്യൻ, KM ഭാരതി എന്നിവർ സംസാരിച്ചു. ജൂൺ 19 PN പണിക്കർ അനുസ്മരണവും ജൂൺ 20 KV പീതാംബരൻ അനുസ്മരണവും ജൂൺ 24 പുസ്തക പ്രദർശനവും നടന്നു. കൂടുതലും കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുട്ടികളോട് സംസാരിക്കുന്നതും മുതിർന്നവരോട് സംസാരിക്കുന്നതിൻ്റെയും സമീപനം രണ്ട് രീതിയിലാണ്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ പോലും മുതിർന്നവരോട് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുട്ടികളെ കയ്യിലെടുക്കാനുള്ള കഴിവ് പറഞ്ഞ ഒരാൾ കൂടിയാണ് ഞാനെന്ന് ആദ്യമേ ഞാൻ പറയുകയാണ്. കുഞ്ഞുണ്ണി മാഷെ സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് കുട്ടികളുടെ ഹൃദയം കയ്യിലെടുത്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ്. കുഞ്ഞുങ്ങളിൽ നിന്നുണ്ണുന്നവരാണ് കുഞ്ഞുണ്ണി എന്ന് സ്വയം വിശേഷിപ്പിച്ച മലയാളത്തിൻ്റെ അഭിമാന ഉയർത്തിയ ഒരു കവി കൂടിയാണ് കുഞ്ഞുണ്ണി. തളികുളം ശിഹാബ് തങ്ങൾ റിലീഫിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരാധരം 2025 സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. എഡ്യൂക്കേഷണൽ ട്രെയിനർ സ്വാലിഹ് പരീദ് ക്ലാസ് എടുത്തു. ഹാഫിള മുഹമ്മദ് സഫ്വാൻ ഖിറാത്ത് നടത്തി. KS റഹ്മത്തുള്ള, ASM അസ്ഗർ അലി തങ്ങൾ, സുനിൽ ലാലൂർ, PK ഷാഹുൽ ഹമീദ്, ഫസീല ടീച്ചർ എറിയാട്, PV ഉമ്മർ കുഞ്ഞി, PM അബ്ദുൾ ജബ്ബാർ, കബീർ പുളിന്ത്രപ്പറമ്പിൽ, അബ്ദുൽ അസീസ് തളിക്കുളം, PH ഷഫീഖ് ഹുസൈൻ, VK നാസർ, നിഷ ഇക്ബാൽ, സൈദ സിറാജ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ പുതിയ ദേശീയപാതയ്ക്ക് മുകളിലൂടെ നടപ്പാത നിർമ്മിക്കണമെന്ന് NES വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ചന്തക്കടവിലേക്ക് അതിപുരാതനമായി ഉണ്ടായിരുന്ന റോഡ് ദേശീയപാത നിർമ്മാണം മൂലം പാത മുറിഞ്ഞുപോയ സാഹചര്യത്തിൽ റോഡിന് മുകളിലൂടെ നടപ്പാത നിർമ്മിക്കണമെന്ന് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി വാർഷിക പൊതുയോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. സ്കൂളുകൾ, സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾ, കോളേജ് എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ദുസ്സഹമായ യാത്രയിലൂടെയാണ് വിദ്യാർത്ഥികളും ജനങ്ങളും മറ്റും കിഴക്കൻ ഭാഗത്തേക്ക് പോകുന്നത്. യോഗത്തിൽ പ്രസിഡന്റ് ശിവൻ കണ്ണോളി അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TK സലീഷ്, TU സുഭാഷ് ചന്ദ്രൻ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, PH സൈനുദ്ദീൻ, CS ഗണേശൻ, ജയശ്രീ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതിനെ സഹായിക്കുവാൻ ആത്മാർത്ഥമായി രംഗത്ത് വന്ന പലരും ഒരാളല്ല. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് നടന്നു വരുന്നത് ഞാൻ നോക്കിയിരുന്നു. അതുപോലുള്ള നമ്മുടെ ഇതിൻ്റെ ബഹുമാനായ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ ശ്രമമാണ് നേരത്തെ പറഞ്ഞ 5 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള, എടുത്തു പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമായി കിടപിടിക്കുന്ന തരത്തിൽ വളരെ ചിട്ടയായി പ്രവർത്തനം നയിക്കുന്ന വലിയ വിജയം കൈവരിച്ചുകൊണ്ട് മറ്റു കോളേജുകളെ
മറികടക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നടക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. ചാമകാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷത വഹിച്ചു. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, ആഫിഖ് അലി ചാമക്കാല, EH ഗന്ന, മുഹമ്മദ് അബു താഹിർ, NA താഹ, സലീം പുറക്കുളം, KA ഷംസു, CS സഫ്വാൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ TC റീത്ത ടീച്ചർ അധ്യക്ഷയായി. BN ജയാനന്ദൻ, TK ഹരിദാസ് എന്നിവർ ചേർന്ന് വാഴക്കന്നും പച്ചക്കറി തൈകളും നൽകിക്കൊണ്ട് നവാഗതരെ സ്വീകരിച്ചു. ഏങ്ങണ്ടിയൂർ യൂണിറ്റ് മുൻ പ്രസിഡന്റ് PK മുരളീധരൻ മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറി KS അജിതകുമാർ, ട്രഷറർ MD ജോസ് മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VG പ്രസന്നകുമാരി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി AK വത്സ, തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി അംഗം VK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പരിഷ്കരണം നടത്തണം എന്നത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശം. അപ്പോൾ ആ അവകാശത്തെയൊക്കെ ചില കാലഘട്ടങ്ങളിലൊക്കെ ആ അവകാശങ്ങളുടെ കടക്കി കത്തിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. അപ്പോൾ ഏത് ഗവൺമെന്റാണ് മുന്നോട്ട് പോയത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം നമ്മുടെ ഈ സംഘടന രാഷ്ട്രീയത്തിന് അതീതമായ സംഘടന. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ ചുവയുള്ള ഒരു കാര്യവും നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഉണ്ടാവും. രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുക. അതുപോലെ തന്നെ ജാതി വ്യത്യാസമില്ലാത്ത എല്ലാ ജാതിക്കാരും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തി. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം സീനിയർ CLC സംഘടനയിലെ അംഗങ്ങൾ വളരെ ശക്തമായ ലഹരി വിരുദ്ധ നൃത്താവിഷ്കരണത്തിലൂടെ അവതരിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സീനിയർ CLC ട്രഷറർ ഡെയ്സൺ കൊള്ളന്നൂർ, പഴുവിൽ ഇടവക സീനിയർ CLC പ്രസിഡന്റ് ടെസ്സി പിയൂസ് എന്നിവർ നേതൃത്വം നൽകി.
ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ PS സതീശൻ സ്മാരക മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള അവാർഡ് NK ബാഹുലേയന് മുൻ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ നൽകി. KP വിനോദ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ, MA ഹാരിസ് ബാബു, VV ചിദംബരൻ, VD പ്രേം പ്രസാദ്, PG സുബിൻ ദാസ്, KR സാംബശിവൻ, TB ശാലിനി, CG സതീശൻ, KK അനിത, KK മനോജ്, KH സുൽത്താൻ, KR രാജേഷ്, ഇർഷാദ് ചേറ്റുവ, MS പ്രകാശൻ, അരവിന്ദൻ പണിക്കശ്ശേരി, KR സന്തോഷ് എന്നിവർ സംസാരിച്ചു. ജവഹർ ബാലപഞ്ച് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാലപഞ്ച് പ്രസിഡന്റ് ശ്രീകല സജീവൻ അധ്യക്ഷയായി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ ചൊല്ലിക്കൊടുത്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ എന്നിവർ പഠനോപകരണ വിതരണം നടത്തി. ബാലമഞ്ച് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഡോളി വിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ശിവപ്രസാദ്, NJ സേവ്യർ, PK ഉസ്മാൻ, CM രഘുനാഥ്, ബെന്നി, മണ്ഡലം ഭാരവാഹികളായ AM നൂറുദ്ദീൻ, രാഗനാഥൻ വയക്കാട്ടിൽ, രഘുനന്ദൻ വാഴപ്പുള്ളി, ഷഫീന ഷെബീർ അലി, AA മുഹമ്മദ്, സമീർ ഹംസ, സബീന റാഫി എന്നിവർ സംസാരിച്ചു. പരാതി നൽകിയിട്ടും പരിഹാരമില്ല. പെരുമ്പുഴയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തുടർക്കഥയാവുന്നു. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി പെരുമ്പുഴയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം റോഡരികിൽ തള്ളുന്നത് വീഡിയോ സഹിതം പോലീസിന് പരാതി നൽകിയതിന് പിന്നാലെ ടാങ്കർ ലോറിയെത്തി രാത്രി വീണ്ടും സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുക്കി. ഞായറാഴ്ച പുലർച്ചെയാണ് റോഡരികിൽ മാലിന്യം വീണ്ടും ഒഴുക്കിയത്. കഴിഞ്ഞ ദിവസം പെരുമ്പുഴ പാതയോരത്ത് ടാങ്കർ ലോറിയിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുക്കുന്ന രംഗം തൃശൂർ ഭാഗത്തു നിന്നും വന്ന ആംബുലൻസ് ഡ്രൈവറും സഹായിയും ചേർന്ന് മൊബൈലിൽ പകർത്തിയിരുന്നു. ഇതിനിടയിൽ ടാങ്കർ ലോറി അതിവേഗം മുന്നോട്ടെടുത്ത് തൃശൂർ ഭാഗത്തേക്ക് പാഞ്ഞു. 3 കിലോമീറ്ററോളം ഒപ്പം സഞ്ചരിച്ചാണ് ആംബുലൻസിലെ സഹായി മൊബൈലിൽ ദൃശ്യം പകർത്തിയത്. ഡ്രൈവർ ദൃശ്യം അന്തിക്കാട് പോലീസിന് കൈമാറി. തുടർന്ന് മണലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിനും പരാതി നൽകി. ഇതിനിടെ വീണ്ടും സെപ്റ്റിക് ടാങ്ക് മാലിന്യം റോഡരികിൽ ഒഴുക്കിയത്. ദിവസവും രാത്രികളിൽ പാടശേഖരത്തിലേക്ക് മാലിന്യം ഒഴുക്കിയിട്ടും തള്ളുന്നവരെ പിടികൂടാൻ അന്തിക്കാട് പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമല്ല എന്ന വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത്. പെരുമ്പുഴ വഴി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ് നിലവിൽ. പുലർച്ചെ ശുചിമുറി മാലിന്യവുമായി എത്തുന്ന ടാങ്കർ ലോറികൾ പാടശേഖരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇടങ്ങളിൽ തള്ളുകയാണ് പതിവ്. സമീപത്ത് ചെടികളും പുല്ലും വളർന്നതിനാൽ ഇതിലൂടെ പോകുന്നവർ റോഡിനോട് ചേർന്ന് ഇത്തരം കുഴികൾ ശ്രദ്ധിക്കാറില്ല. പുലർച്ചെയാണ് ഇത്തരം ഇടങ്ങളിൽ വാഹനങ്ങളിൽ നിന്നും മാലിന്യം തള്ളി മടങ്ങുന്നത്. ഇതുവഴി കടന്നു പോകുന്ന ഒട്ടുമിക്ക വാഹനയാത്രികരും ടാങ്കർ ലോറിയിൽ നിന്ന് മാലിന്യം തള്ളുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അന്വേഷിക്കാനോ വേണ്ട വിധത്തിൽ പട്രോളിംഗ് നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് വ്യാപക പരാതിയുമുണ്ട്. ദുർഗന്ധം രൂക്ഷമായതോടെ വിവരമറിഞ്ഞ പൊതുപ്രവർത്തകനായ MB അരുൺ സ്ഥലത്തെത്തി പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ റേഞ്ച് IGക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്ന ദൃശ്യം ആംബുലൻസ് ഡ്രൈവർ പുറകെ ചേസ് ചെയ്ത് കിലോമീറ്ററുകളോളം പോയി ഈ സെപ്റ്റിക് മാലിന്യം തള്ളുന്ന വാഹനത്തിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എടുത്ത് മാധ്യമപ്രവർത്തകരടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് അന്തിക്കാട് CIക്ക് കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള അറിയിപ്പ് വേണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള അറിയിപ്പ് അന്തിക്കാട് CIക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ വീണ്ടും പോലീസിനെയും പൊതുപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഇന്ന് ഈ അവസ്ഥയിൽ സെപ്റ്റിക് മാലിന്യം പെരുമ്പുഴ സമീപത്തുള്ള ഏക്കറക്കണക്കിന് കോൾപ്പാടത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായ പോലീസിൻ്റെ വീഴ്ചയാണ്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും വിശേഷാൽ അഭിഷേകങ്ങളും നടത്തി. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെയും ക്ഷേത്ര മേൽശാന്തി പ്രണവ് തലാശ്ശേരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദീപാരാധനയ്ക്കു ശേഷം ടീം ആലിങ്ങലമ്മയുടെ വീരനാട്യവും അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ്, സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ഖജാൻജി വിപ്സിൻ V ബാലകൃഷ്ണൻ, ക്ഷേത്ര മാനേജർ സനൽ മുത്തമ്പറമ്പിൽ, മറ്റു ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി.
വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ വെള്ളക്കെട്ടിനെതിരെയും മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാത്തതിനെതിരെയും BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി മീൻചന്ത മുതൽ വലപ്പാട് പഞ്ചായത്ത് വരെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ, കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം വാസുദേവൻ തെക്കിനിയടത്ത്, 2ാം വാർഡ് മെമ്പറും നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോ, നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ സൗമ്യൻ നെടിയിരിപ്പിൽ, കാർത്തികേയൻ ചക്കാമടത്തിൽ, മണ്ഡലം സമിതി അംഗം കിഷോർ മണക്കാട്ടുപടി, ശ്രുതി ധനീഷ്, പ്രിയങ്ക, ഷൈര സദാശിവൻ, രാജേഷ് ഒറ്റാലി, രഘുലാൽ വടക്കുംചേരി, ഷാജി സന്ദീപ് കൊട്ടിയാട്ടിൽ, നമിൽ ശങ്കർ, ഉണ്ണി ചിറ്റെഴുത്ത്, പ്രതാപൻ മാരാത്ത എന്നിവർ പങ്കെടുത്തു. ലഹരിവിരുദ്ധ സംഗീത നൃത്ത ശില്പം തുടി ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി വിഭാഗം NSS വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ സന്ദേശവുമായി പ്ലക്കാർഡുകൾ പിടിച്ച് റാലി നടത്തി. NSS കോർഡിനേറ്റർ CS ഡിൻഡു, പ്രിൻസിപ്പൽ CC ബെസ്സി, സിന്ധ്യ ആൻഡ്രൂസ്, AP രാഗേഷ്, ബ്രോണിയ, സ്നേഹ എന്നിവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ വലപ്പാട് യൂണിറ്റ് സമ്മേളനം നടന്നു. നന്മ സംസ്ഥാന ട്രഷററും സിനിമാ നാടക നടനുമായ മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി ജ്യോതിബാസു വേളയിൽ, മല്ലികാദേവൻ, ദേവദാസ് ഏങ്ങൂർ, ജയചന്ദ്രൻ മാസ്റ്റർ, ഗാലിദ് വലപ്പാട്, ശ്രീലാൽ, സംഗീത എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഇവിടെ എവിടെയെങ്കിലും സമാധാനം വിൽക്കുന്ന ഒരിടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് മേടിക്കാനായിട്ട്. ഞാനും നല്ല എല്ലാവരും അവിടെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം ബീവറേജിലാണ്. അതിനേക്കാൾ തിരക്ക് എന്തായാലും അവിടെ ഉണ്ടാവും. മഹാത്മാജിൻ്റെ അടുത്ത് ഒരു കക്ഷി ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആർക്കും തിരക്കുണ്ടാവില്ല എന്ന് വിശ്വസിക്കട്ടെ, പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കട്ടെ. മഹാത്മാവെ, ഒരു സമാധാനവുമില്ല, ജീവിതം തന്നെ പ്രയാസത്തിലാണ്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ പെരിഞ്ഞനത്തെ VK ഗോപാലന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. CATU കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ അധ്യക്ഷനായി. മത്സ്യത്തൊഴിലാളി യൂണിയൻ CATU കൊടുങ്ങല്ലൂർ സെക്രട്ടറി KP ഷാജി, CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, CATU ജില്ലാ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ, ജാഥ ക്യാപ്റ്റൻ യേശുദാസ് പാരിപ്പള്ളി, വൈസ് ക്യാപ്റ്റൻ PA രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്താൻ ആ എഗ്രിമെന്റിൽ 2 വർഷത്തേക്ക് വേണമെങ്കിൽ 2 വർഷത്തേക്ക് തരാൻ 2 വർഷം കഴിഞ്ഞാൽ തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിശ്ചിത കാലയളവിലേക്ക് ചുരുക്കുകയാണ്. അത് ദീർഘകാലത്തേക്കുള്ള തൊഴിലാളികളുടെ ഒരു സുരക്ഷയും സംരക്ഷണവും ഒന്നും ഉറപ്പാക്കാതെ തൊഴിലാളികളെ യഥേഷ്ടം ചൂഷണം ചെയ്യാൻ കഴിയാവുന്ന നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്ത് നടത്തും. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം, വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ. തളിക്കുളം സ്നേഹതീരത്ത് നവീകരിച്ച പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാൽ MP നിർവഹിക്കും. പ്രിയദർശിനി സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. ഷാഫി പറമ്പിൽ MP അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിലിനെ CC മുകുന്ദൻ MLAയും ആദരിക്കും. അലോഷ്യസ് സേവിയർ പ്രശസ്തി പത്രം കൈമാറും. പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വായനശാലയ്ക്ക് നൽകുന്ന പുസ്തകങ്ങൾ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു സമർപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ MP സുരേന്ദ്രൻ, N ശ്രീകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. വേടന്റെ സംഗീത പരിപാടി പുരസ്കാര ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ മെഡൽ നേടി നാടിന് അഭിമാനമായി കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി VD കൃഷ്ണാഞ്ജന. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ 50 കിലോയ്ക്ക് മുകളിലുള്ള കാഴ്ചപരിമിതരായ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിനായി വെള്ളി മെഡലും വെങ്കല മെഡലുമാണ് VD കൃഷ്ണാഞ്ജന നേടിയത്. കഴിമ്പ്രം ശ്രീനാരായണ വായനശാല സെക്രട്ടറി VC ദിലീപിന്റെയും കഴിമ്പ്രം VPM SNDP സ്കൂൾ അധ്യാപിക സുമിതയുടെയും മകളാണ് കൃഷ്ണാഞ്ജന. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കഴിഞ്ഞ വർഷം കാഴ്ചപരിമിതരായ വനിതകളുടെ വിഭാഗത്തിലും കൃഷ്ണാഞ്ജന മെഡൽ നേടിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന്റെ മറവിൽ അനധികൃതമായി മണ്ണ് കടത്തുന്നതായി BJP ആരോപിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റ് കൺവെൻഷനും സ്വീകരണവും നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചാഴൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.